വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറായ തൃക്കണ്ണൻ അറസ്റ്റിലായ വിവരം അറിഞ്ഞിരുന്നോ? അതെങ്ങനെ അറിയാനാ? മാധ്യമങ്ങൾ അത് കൊടുക്കില്ല. കാരണം ആളിന്റെ പേരെന്താ? ഇരവുകോട് സ്വദേശിയായ മുഹമ്മദ് ഹാഫിസ്. ഞമ്മന്റെ ആളുകളാണ് എല്ലാ വിഭാഗത്തിലും പിടിക്കപ്പെടുന്നതെന്ന് പറയില്ലേ? അയ്യോ, ഒരു ജാമിത കേരളത്തിൽ ഇരുന്നിട്ടേ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ട് ഉത്തരം മുട്ടിയ മൗലവിമാർക്ക് എല്ലാവർക്കും പ്രതിനിധിയായി ഒരാളെ ഇറക്കി അങ്ങോട്ട് വിട്ടു. എന്തിനാ? ജാമിതായ മൊട്ടയടിക്കാൻ. എയർപോർട്ടുകളിൽ മുസ്ലിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, ജാമിത കാരണം. പാസ്പോർട്ടിൽ മുഹമ്മദ് എന്നടിച്ചിരിക്കുന്നു, റാസിഖ് എന്നടിച്ചിരിക്കുന്നു, അബ്ദുള്ള എന്നും അബ്ദുൽ എന്നുമൊക്കെ അടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ഒന്നും ജാമിത വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇന്ന ആളുകളാണെന്ന്, നിങ്ങൾ തീവ്രവാദികളാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല, എയർപോർട്ടിലേക്ക് കയറ്റുന്നില്ല, അതുകൊണ്ട് ജാമിതായെ പൂട്ടിയേ തീരൂ. ഇതാണ് ഇവിടുത്തെ രീതികൾ. നിങ്ങൾ കേട്ടില്ലേ? എയർപോർട്ടിൽ ഞങ്ങൾക്ക് മുറിയണ്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒരു കയ്യിൽ കുത്തുപുസ്തകവും മറുകൈയിൽ മുറിയണ്ടിയും എന്തി ഞങ്ങൾക്ക് എയർപോർട്ടുകളിലേക്ക് പോകാൻ സാധിക്കാത്തത് ജാമിത കാരണമാണ്. അയ്യോ, നെഞ്ചിലിടിച്ച് കരയുക. ആശയപരമായി പൊരുതാൻ ശേഷിയില്ലാത്തവർ വ്യത്യസ്തമായ ആയുധങ്ങൾ കയ്യിലെടുക്കും. മനസ്സിലായോ? ഇപ്പോ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വലിയ കൂട്ടക്കൊലപാതകമാണ് അഫാന്റെ കൊലപാതകം. അഫാൻ ചെയ്തത് എന്താ? ഉമ്മയെ, അനിയനെ, പ്രേമിച്ച പെണ്ണിനെ, വാപ്പയുടെ ഉമ്മയെ, വാപ്പയുടെ അനുജനെയും ഭാര്യയെയും ചുറ്റികയ്ക്ക് പ്രഹരിച്ചു കൊന്നു. അപ്പൊ അഫാൻ ഇത് ചെയ്തത് തെറ്റോ ശരിയോ അത് കോടതി തെളിയിക്കും. തൽക്കാലം കുറെ യൂട്യൂബർമാർ അങ്ങ് ഇറങ്ങുകയാണ്. അഫാനെതിരെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അഫാന്റെ കുറെ കുടുംബ വീടുകളിൽ ചെന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അഫാനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? ഇതാണ് അങ്ങനത്തെ സ്വഭാവമുള്ള ആള് ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. 5 നേരം നമസ്കരിക്കുന്ന ആളായിരുന്നു. എന്നാ ശരി, അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ. ഇപ്പൊ സയനൈഡ് ജോളി, അവരുടെയൊക്കെ സാഹചര്യങ്ങൾ അയ്യോ നോക്കാമല്ലേ? അപ്പോ ജാമിദയുടെ വീട്ടുകാരെ ഒന്ന് പിടിക്കാം, ജാമിദയെ ഒന്ന് പേടിപ്പിക്കാനേ. ജാമിദയെ ഒന്ന് പേടിപ്പിച്ച് ജാമിദയുടെ വീട്ടുകാരെ മുഴുവനും മഹല്ല് കമ്മിറ്റിക്കാർ ഇന്ന് തന്നെ ചവിട്ടി പുറത്താക്കിയേക്കണമെന്ന് പറയാൻ ഒരു ധീര വനിത അങ്ങോട്ട് നെഞ്ചും വിരിച്ച് ഇറങ്ങിയപ്പോഴേ അയ്യോ, ഞങ്ങൾ മുറിയണ്ടികൾക്ക് വേദനിക്കുന്നതെന്ന് ചില വോയിസുകൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനിത് എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. എതിർക്കുന്ന ആളുകളെ മുഴുവനും പൂട്ടണ വാട്സപ്പ് കൂട്ടായ്മ. വാട്സപ്പിലൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ശരിയെന്നാ അവളെ നമുക്ക് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണം, നിയമപരമായി പൂട്ടിക്കണം. എന്നെ നിങ്ങളൊന്ന് കോടതിയിൽ എത്തിച്ചു തരുമോ? ഈ പുസ്തകത്തെ സംബന്ധിച്ചിട്ട് എനിക്കൊന്ന് വിളിച്ചു പണയാന്. ആരും പേടിച്ചോടത്തില്ല കേട്ടോ. ജാമിദ ഇസ്ലാമിനെ വിമർശിക്കുന്നത്, ഇസ്ലാമിലെ മാനവിക വിരുദ്ധതയെ വിമർശിക്കുന്നത് തുടരുക തന്നെ ചെയ്യും. അങ്ങനെയൊന്നും പേടിപ്പിച്ചിട്ട് കുറെ കാക്കാമാരൊരു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്ത് ജാമിദയെ അങ്ങ് തോൽപ്പിക്കാമെന്ന് വിചാരിക്കല്ലേ. ഈ മേഖലയിൽ മരിച്ചു വീഴും. നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്കെന്നെ കൊല്ലാം, തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ കുറെ വിറയലുകളുണ്ടല്ലോ, നിന്നെ ഞാൻ തകർക്കും, നിന്നെ ഞാൻ അങ്ങനെ. ആ തകർച്ച എന്തടി? ഞാൻ തിരിച്ചു ചെയ്താ നീ തകരില്ലേ? ഇല്ലേ? നിന്നെ എല്ലാ കാലവും ഇങ്ങനെ എടുത്തു വച്ചിരിക്കുമോ? ഇല്ല. ഞാൻ എല്ലാം മറന്ന് നീയുമായിട്ടുള്ള സകലതും അവസാനിപ്പിച്ച് ജീവിച്ചപ്പോഴാണ് നിന്റെ ചാനൽ എൻ്റെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് വെച്ച് തന്നത്. ഇപ്പോഴും ആ ഒരു സ്കോപ്പ് കിടപ്പുണ്ട് കേട്ടോ. അധികം നെഗളിക്കല്ലേ. നിന്നെ ഞാൻ കരയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ
നിന്നെ അങ്ങ് പേടിച്ചു പോകുമെന്ന് നീ വിചാരിക്കല്ലേ. മുട്ടണ്ടവരോട് എന്നാണ് ഇപ്പോഴാണ് നീ മുട്ടിയത്. നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുമെന്നൊന്നും പറയുന്നില്ല. നീയേ പഠിച്ച കള്ളിയാ. അതുകൊണ്ട് നിനക്ക് കുറച്ച് കാക്കാമാരുടെ പണവും പിന്തുണയും കിട്ടും ഇപ്പോ. അതിനു വേണ്ടിയാണ് നീ ചട്ടുക കളി കളിക്കുന്നതെന്നറിയാം. പിന്നെ ക്ലബ് ഹൗസിലുള്ള ഒരുപാട് ആളുകൾക്കറിയാം ഇവളും ഞാനുമായിട്ട് ഏത് കാലത്താണ് പരിചയപ്പെടുന്നതെന്നും എന്നാണ് ഇവള് മുസ്ലിങ്ങളെ മുഴുവനും മുറിയണ്ടിയെന്നും ഖുർആനിനെ കുത്തുപുസ്തകം എന്നും വിളിച്ചും രംഗത്ത് വരുന്നതെന്നും നമ്മുടെ നാസർ കൊടിമരം പോലെയുള്ള അനേകം ആളുകൾക്കറിയാം. ഇവള് ക്ലബ് ഹൗസിൽ ഈ രൂപത്തിലുള്ള ചാനൽ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയി 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവളെ പരിചയപ്പെടുന്നത് പോലും. അതും കഴിഞ്ഞിട്ട് എത്രയോ നാളുകൾക്ക് മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുന്നത്. ആ 10,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ നിലവാരമില്ലാത്ത ഒരു ശത്രുവാണിത്. ഇവരുടെ ഒരു രഹസ്യ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിനകത്ത് തലയുള്ള ഒരുത്തൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഇവളല്ലേ മുമ്പ് ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞത്, അത് പണ്ടത്തെ കാര്യമല്ലേ? അപ്പൊ ജാമിദയുടെ മുൻ ഭർത്താവിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ചർച്ച നടത്തുന്നതോ? കേട്ടോ, ഞാൻ ചോദിക്കുന്നത് ഖുറാനെ പുസ്തകം എന്ന് വിളിച്ച ആളെന്താ പറയണ്ടത്? എക്സ് മുസ്ലിം ആണെങ്കിൽ അവരത് ഈ ഖുറാനെ തള്ളി പറഞ്ഞു പോയവരാണ്. ഈ മതത്തിൽ നിന്നിട്ട് ഈ ഖുറാനെ പുസ്തകം എന്ന് പറയലും ആണുങ്ങളെ അണ്ടിമുറിയന്മാരും എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അടുത്ത ഒരാൾ എഴുതി ഇടുവാണേ, ഉവ്വ് കഴിഞ്ഞു പോയ പഴയ സംഭവം അവർ അതിൽ മാപ്പും പറഞ്ഞു. നീ ഇപ്പോ അത് ഇവിടെ പറഞ്ഞത് എന്തിനാണെന്നും മനസ്സിലായി. ഡാഷ് എന്ന് അവളുടെ പേരാണ്. ആരോ എന്തോ ആകട്ടെ, ഒരു പൊതുശല്യമാണ് ജാമിദ. മനസ്സിലായ? ഇസ്ലാമിനെ വിമർശിക്കുന്നു. അല്ലടാ ഉവേ, എന്നാ പിന്നെ അവരുമായിട്ടൊരു ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായിക്കൂടെ? നമുക്ക് അറിയത്തില്ലല്ലോ മതം. അല്ല, അവര് ചലഞ്ച് ചെയ്യുമല്ലേ. എല്ലാ ദിവസവും ഫോൺ നമ്പറും ഇട്ടിട്ട് ശരി ഓപ്പൺ ഡിബേറ്റിന് തയ്യാറാണ് എന്ന് പറയുമല്ലേ. ഒരു 5-10 ലക്ഷം പിരിച്ചിട്ട് പോയി ഇരിക്കടേ, നിനക്കും കിട്ടൂലേ ഒരു 10 ലക്ഷം. ജയിച്ചു കഴിഞ്ഞാൽ ഇനി ഇസ്ലാം രക്ഷപ്പെട്ടില്ലേ? എയർപോർട്ടിൽ നിങ്ങൾക്ക് കൂളായിട്ട് കുത്തുപുസ്തകവും മുറിയണ്ടിയുമായിട്ട് ചെന്ന് കയറുകയും ചെയ്യാലോ. ഇവള് പറഞ്ഞ വാക്കാണ്. എന്നിട്ട് അടുത്ത വോയിസ് കേട്ടോ, അവൾക്കുള്ള ഈ കക്ഷിക്കുള്ള മറുപടി. ഷഫീന എക്സ് മുസ്ലിമാണെന്ന് എനിക്കറിയില്ല. ഷഫീനയുടെ വീഡിയോ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരതിന് ഒരുപാട് മാപ്പ് പറഞ്ഞ് ജാമിദയുടെ വാക്ക് കേട്ടിട്ടാണ്. എന്തിനാടി നിലവാരമില്ലാത്ത കള്ളം പറഞ്ഞ് ജീവിക്കുന്നത് ഇവന്മാരെ മൂഞ്ചിച്ചിട്ട്? അല്ലെങ്കിലും അധ്വാനിച്ച് ജീവിച്ച് നിനക്കോ നിന്റെ മക്കൾക്കോ ശീലവും ഇല്ലല്ലോ. എന്ത് തൊഴിലാടി ചെയ്യുന്നത്? എന്നോട് പറഞ്ഞല്ലേ യൂട്യൂബാണ് നിന്റെ വരുമാനം എന്ന്. അയ്യോ കൊച്ചേ, അത് മുങ്ങിപ്പോയി കൊച്ചേ, എനിക്ക് കോപ്പി റൈറ്റ് വന്നു കൊച്ചേ, എനിക്ക് വരുമാനം ഇല്ല കൊച്ചേ, എന്നെ പിടിക്കുമോ കൊച്ചേ, പോലീസ് എന്നെ കൊണ്ടുപോകുമോ കൊച്ചേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അവനവൻ്റെ മതത്തെ വിമർശിച്ചാൽ കുഴപ്പമൊന്നും വരില്ല, മതസ്പർദ്ധ വരില്ല, മറ്റു മതങ്ങളെ വിമർശിച്ചാലാണ് നമ്മുടെ പേരിൽ മത വിമർശനം വരിക എന്ന് പറഞ്ഞു. ആ ഓഡിയോ പിന്നീട് എടുത്തിട്ടിട്ട് ഇവൾ ആർമാദിക്കുന്ന കണ്ടു. എന്നിട്ട് ജാമിദ പറഞ്ഞിട്ടാണത്രേ ഇസ്ലാമിനെ ഇവൾ ഇത്രയും വിമർശിച്ചത്. ഞാൻ ഇക്കാലം വരെ മുറിയണ്ടി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആനിനെ കുത്തുപുസ്തകം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഞാൻ പറയാത്ത ഒരു കാര്യം ഞാനെങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത ഇവളെ ഇന്ന് കണ്ട് മനസ്സിലാക്കി ഞാൻ ഇവൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ കോച്ചിങ് കൊടുക്കല എൻ്റെ ജോലി, ക്ലാസ് എടുത്തു കൊടുക്കല എൻ്റെ ജോലി. അപ്പം നുണ പറഞ്ഞ് ഉപജീവന മാർഗം കഴിക്കുന്ന ഇവൾക്ക് ഇതൊരു തൊഴിലാണ്. ക്ലബ് ഹൗസുകളിൽ, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ഇവള് വന്ന് ഡിബേറ്റിനിരുന്ന് എല്ലാവരുമായിട്ടും തർക്കിച്ച് കഴിയുമ്പോഴായിരിക്കും എന്നെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് കയറി വരിക. അപ്പം മേഡം സംസാരിക്കൂ, ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്നത് മേഡത്തിനാണ്. എന്നാൽ പിന്നെ മേഡം പറയും പൂരത്തെറിയാണ് വിളിക്കുന്നത്, ചർച്ചയിലൊന്നും നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവള് ഞാൻ പറഞ്ഞിട്ടാണെന്ന്. എന്തിനാടി? സാരമില്ലടി, നക്കാനല്ലേ. അവര് അമ്മാതിരി വീഡിയോ ഇട്ടത്. പക്ഷെ അതിൽ അവർക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായി. ഇപ്പോ അല്ല, ചെയ്തത് തെറ്റാണെന്ന് ബോധ്യം, എന്നാ പിന്നെ ഷഹാദത്ത് ചൊല്ലണ്ടേ പരസ്യമായിട്ട്? മക്കളുടെ അറ്റവും മുറിക്കണ്ടേ പരസ്യമായിട്ട്? അല്ല, പരസ്യമായിട്ട് വേണ്ട. 30 വയസ്സായ മോനെ അല്ലേ ലിപ് ലോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അപ്പൊ പരസ്യമായിട്ട് വേണ്ട, അല്ലെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നില്ലേ?
നീ എന്താടി വിചാരിച്ചേ? നിന്നെ ജാമിദ അങ്ങ് പേടിച്ചു പോയിന്നോ? നീ എന്നെ തകർക്കുമെന്നല്ലേടി വെല്ലുവിളിച്ചത്? ഒന്ന് ചെയ്യടി, നോക്കട്ടെ ആര് എവിടെയാണ് തകരുന്നത് എന്ന് കാണാമല്ലോ. നിന്റെ കയ്യിൽ ഒരു വിലങ്ങ്, അതല്ലെങ്കിൽ ഒരു മാനസിക രോഗ കേന്ദ്രം. ഇത് ജാമിദയുടെ സൗജന്യമാണ്. ഇത് രണ്ടിലൊന്ന് നിനക്ക്. ഇപ്പോഴുള്ള അവരുടെ വീഡിയോ മുഴുവനും എന്താണ് സത്യം എന്താണോ അത് വിളിച്ച് പറയാൻ അല്ലടാ, സത്യം പറയാൻ ഇവക്ക് എന്നെ ഖുർആൻ ഹദീസും ഒക്കെ അറിയാമോ? ഇവക്ക് വിമർശിക്കാനും അറിയത്തില്ലായിരുന്നു. സപ്പോർട്ട് ഉസ്താദന്മാരുടെ കാമസൂത്രം എടുത്തിട്ട് ന്യായീകരിച്ചാൽ മതി. ഇവക്ക് താല്പര്യം. ശൈലിയൊക്കെ വേറെ ശൈലിയാണ്, പക്ഷെ അതിലൊരുപാട് കാര്യങ്ങൾ. അത് സമ്മതിച്ചു. ശൈലി മോശമാണ്, കൂതറയാണല്ലോ. ഞാൻ ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇതേപോലെ ജാമ്യതയെ ഒരാളെടുത്ത് തിരക്കുന്ന കണ്ടപ്പോൾ ഇതേപോലെ ഈ ഷെഫീനയുടെ വീഡിയോ കണ്ടു. കുറെ കാലമായിട്ട് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. ജാമിദായി ഒരാളെടുത്ത് അലക്കുന്ന കണ്ടപ്പം, എന്താടാ നിന്റെ മതത്തിലുള്ളതൊക്കെ പുറത്ത് വന്നപ്പോൾ കുരുക്കൾ പൊട്ടി തുടങ്ങിയോ? നിനക്കൊന്നും മറുപടികളില്ലേ? എന്തരടേ 3 മാസം 3 വയസ്സ് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മതത്തിൽ നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ പറയാന്? ജാമിദ പറയണത് കള്ളാണെങ്കിൽ തെളിയിക്കാന്. ഇന്ന് രാവിലെ ഇതേപോലെ ഈ ഷെഫീനയുടെ വീഡിയോ കണ്ടത്. ഇതേപോലെ ഖുറാനെ കുത്തു പുസ്തകം എന്ന് പറയുന്ന വീഡിയോ ഞാൻ കണ്ടത്. അതിനുശേഷം ഈ ഷെഫീന മാപ്പ് പറഞ്ഞു വന്ന വീഡിയോ ഞാൻ കണ്ടില്ല. അതാണ് ഖുർആനിനെ കുത്തുപുസ്തകം എന്ന് പറയുന്നത് ഞാൻ കണ്ടു, പക്ഷെ ഇവിടെ മാപ്പ് പറയണമെന്ന് ഞാനൊന്നും കണ്ടില്ലല്ലോ. അതെ, അതാണല്ലോ ആൾക്കാർക്ക് ചോദിക്കാനുള്ളത്. ബ്രോന്റെ സംശയമല്ലേ പുള്ളിക്കാരത്തി എന്താണെന്നുള്ളത്? പുള്ളിക്കാരത്തിന്റെ ഈ ഇടയുള്ള പ്രവൃത്തികൾ മാത്രം വെച്ച് വരരുത്. ഓക്കെ, പുള്ളിക്കാരത്തി നിങ്ങളിലും സമരസപ്പെടുന്നുണ്ടെങ്കിൽ അതിന് യോജിക്കാൻ പറ്റുമെങ്കിൽ യോജിക്കുക, ഇല്ലെങ്കിൽ വായത്താളം അടിക്കാതെ പോവുക. ഞാൻ എന്താണെന്നോ എൻ്റെ പഴയകാല ചരിത്രങ്ങൾ എന്താണെന്നോ ഒന്നും നോക്കിയിട്ടല്ല ആളെ നോക്കുന്നത്. ഞാൻ എന്താണ് ഇപ്പോ എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിന് താല്പര്യമുണ്ടോ കൂടെ കൂടാം, ഇല്ലെങ്കിൽ വിടാം. വെറുതെ ഫിത്തിനുണ്ടാക്കരുത്, ഉള്ളി കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ള ആൾക്കാരെ നിങ്ങൾ വെറുപ്പിക്കരുത്. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാനും അത് ആൾക്കാർക്ക് എത്തിക്കാനുള്ള കഴിവും വേണം. അതില്ലാത്തടത്തോളം കാലം ഇവിടെ വന്നിട്ട് പുറത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണാം. പുള്ളിക്കാരത്തിന്റെ പഴയ വീഡിയോകൾ എടുത്തിട്ട് ഇനിയും ജനറേറ്റ് ചെയ്യും, ഇനിയും അത് ആൾക്കാരിൽ എത്തിക്കും. അത് നമ്മളൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ വന്നിരിക്കണം. ഞാൻ എന്താണ് എൻ്റെ പഴയത് എന്നുള്ളത് അത് ഒന്നുകൂടി നിങ്ങളും കൂടി ഒന്ന് വിലയിരുത്തുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം വേറെ പറയാം. വളരെ ശരിയാണ്. ഈ പണ്ടത്തെ കാര്യങ്ങളൊന്നും കുത്തിപ്പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഷെഫീന എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ജാമിദയുടെ പണ്ടത്തെ ഹസ്ബൻഡെല്ലാം വിളിച്ചു കൊണ്ടുവന്നിട്ടല്ലേ ഈ സംസാരിക്കുന്നത്? അത് ശരിയായി തോന്നുന്നുണ്ടോ? അതേ പറ്റൂ. അല്ലാതെ ജാമിദയെ ആശയപരമായി വിമർശിക്കാൻ പറ്റുമോ? ആശയപരമായി ജാമിദയോട് സംവദിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? വ്യക്തിപരമായി അധിക്ഷേപിക്കണം. അല്ല, ഈ ലോകത്തുള്ള സകലമാന ആളുകളുടെയും ഓഡിയോ റെക്കോർഡിങ്ങുമായിട്ട് നീ വാടി, വീഡിയോ റെക്കോർഡിങ്ങുമായിട്ട് നീ വാടി. എൻ്റെ ഉമ്മയെ നീ എത്ര വേണമെങ്കിലും പറഞ്ഞോടി, കുഴപ്പമൊന്നുമില്ല. നിന്റെ ഉമ്മയെ 1000 പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം, ഞാനത് പറയത്തില്ല. ഇനിയും അടുത്ത ഒരാൾ എഴുതിയിട്ടതാണേ, ഷെഫീന അതിനൊക്കെ മാപ്പ് പറഞ്ഞത് തന്നെയാണ്. ആരിഫിനെ പോലുള്ളവരുടെ വാക്കുകൾ കേട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് ഷെഫീന സമ്മതിക്കുന്നു. ആരിഫ് എന്നാ ഇതിലേക്ക് വന്നത്? ഇവളൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് ആരിഫ് മതം ഉപേക്ഷിക്കുന്നത് തന്നെ. നുണ പറഞ്ഞാൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പിടിക്കപ്പെടും. അപ്പൊ ഇവരുടെ ശരിയായ സ്വഭാവം കാക്കമാര് തിരിച്ചറിയും. ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ മതി, ഇവരുടെ അസഹിഷ്ണുത മനസ്സിലാകും. ഹലോ നിനക്ക് നല്ല സൗകര്യം കൂടിയാ മതിയടാ. നിനക്ക് നല്ല സൗകര്യം കൂടിയാ മതി. എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് വെച്ചിട്ട് പോടാ. എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാൻ നിനക്ക് വേണ്ടിയല്ല ചെയ്തത്. നിനക്ക് നല്ല സൗകര്യം കൂടാ മതി, ഇറങ്ങി പോടാ മാറി. വേണം ദയവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ മറുപടി പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ മുസ്ലിം ആണോ എച്ചാണോ എന്നറിയണം. എന്നെ നീ എച്ചു ആക്കണ്ട, മുസ്ലിം ആക്കണ്ട, മൈത്താണ്ടി. അപ്പൊ അന്നേക്കാണ് കൊണ പറയാൻ എന്താ എന്നോട് ആരും ഇൻഫോം ചെയ്യാതിരുന്നേ? അതിൽ കൂടുതൽ പറഞ്ഞിട്ട് ഇനിയും പറയും. നിനക്കല്ല സൗകര്യം കൂടെ മതി. ഈ ഒരൊറ്റ വോയിസ് മതി ഇവളെന്താണ് എന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ള വിശ്വാസികൾക്ക് മനസ്സിലാക്കാം. പക്ഷെ ജാമിദായി തകർക്കണ്ടേ? പള്ളി കമ്മിറ്റിക്കാരെയും കൂട്ടുപിടിച്ച് പറയണില്ല.
ഇത്രയും ലജ്ജയാണെങ്കിൽ നീ ഇവിടെ വന്നിരിക്കുന്ന നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചാ നീ ലജ്ജിക്കാൻ? ഷബീൻ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ സഹിച്ചു, ഞങ്ങളുടെ മുസ്ലിങ്ങൾ തന്നെ. നീ പോയി അങ്ങോട്ട് മാറിയിരുന്ന തരാം. ഇത് ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്, നല്ല ഉദ്ദേശം. അപ്പൊ അതേമാതിരി പോട്ടെ. അപ്പൊ അതിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കന്മാർ വന്ന് സപ്പോർട്ട്. പൊന്നു സഹോദരങ്ങളെ, ഇവളൊരുത്തിയാണ് ഇല്ലാത്ത കുത്തിത്തിരിപ്പ് അത്ര എന്റെ ഉള്ളിൽ ചുറ്റി കെട്ടിട്ട് ഞാൻ 100 വട്ടം മാപ്പ് പറഞ്ഞ കേസാണിത്. ഞാൻ ഇവളുമായി പരിചയപ്പെടുന്നതിന്റെ എത്രയോ മുമ്പ് ക്ലബ് ഹൗസുകളിൽ ഇവര് മുഹമ്മദിനെയും ഖുർആനിനെയും കുറിച്ച് ആടിത്തിമിർക്കുവാണ്. ഈ വിമർശനം വന്ന് മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ മാതാവിനെയും ഇവള് വെടിയാണ് എന്നൊക്കെ പറഞ്ഞതിന് എത്രയോ ശേഷമാണ് ഇവൾക്ക് ഞാൻ പണം കടം കൊടുക്കുന്നത് പോലും. നുണ പറഞ്ഞ് ശീലിച്ച് പറ്റിച്ചും വെട്ടിച്ചും തട്ടിപ്പുമായിട്ട് നടന്നിട്ട് എന്നിട്ടല്ലേ ഇവൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ. ജാമിദയെ തോൽപ്പിക്കാൻ നീ ഇനിയും എൻ്റെ ഉമ്മയുടെ അടുത്ത് പോയി ഉമ്മായെ കൊണ്ട് പറയിപ്പിച്ചാൽ പോലും ജാമിദ ഉയർത്തിവിട്ട വിമർശനങ്ങൾക്ക് മറുപടിയില്ല എന്ന് മാത്രമല്ല, ജാമിദയോട് ആശയപരമായി നിങ്ങൾ തോറ്റിരിക്കുന്നു. ജാമിദയോട് ആശയപരമായി മറുപടികളില്ലാത്തത് കൊണ്ട് ആയുധത്തിലേക്ക് നിങ്ങൾ വഴിമാറി. നിങ്ങൾ കൊണ്ടുവന്നത് ആരെയാ? എക്സ് ഹസ്ബൻഡിനെ അല്ലേ? ആരെങ്കിലും വിവാഹമോചിതയായ മോചിതനായ, അതോ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഡിവോഴ്സ് നേടിയത്, അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് അയാൾ നല്ലത് പറയുമോ? ഇല്ല. അയാളുടെ സംസാരം കേട്ടാൽ അറിയില്ല, അയാളുടെ കൾച്ചർ എന്താണെന്ന് അറിയില്ലേ? തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്കും മനസ്സിലാകും. അല്ല, അത് ചെകഞ്ഞു പോയി. അതെല്ലാം വാരിക്കൂട്ടി കൊണ്ടുവന്ന് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, നഴ്സറിയിൽ പോയിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല, എന്ത് തന്നെയായിരുന്നാലും ശരി, ജാമിദ ഈ പുസ്തകത്തിലെ മാനവിക വിരുദ്ധതകളെയും സ്ത്രീ വിരുദ്ധതകളെയും ജനാധിപത്യ വിരുദ്ധതകളെയും കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് മറുപടി ഇതാകത്തില്ല. കുറച്ച് മുറിയന്മാര് നീ പറയുന്നത് കേൾക്കുമായിരിക്കും, പക്ഷെ തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്ക് മനസ്സിലാകും ഇവരോട് ഏറ്റുമുട്ടാൻ ഇവർക്ക് മറുപടികളില്ല. അതുകൊണ്ടാണ് ഇവരെ മാനസികമായി പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ഇതുപോലത്തെ ചില ശിഖണ്ഡികളെ മുൻനിർത്തി നിങ്ങൾ യുദ്ധം നയിക്കുന്നത് എന്ന്. ഇതിനോടകം തന്നെ എനിക്ക് ആയിരക്കണക്കിന് മെസ്സേജുകളും കമന്റുകളും മെയിലുകളും കോളുകളും വന്നു കഴിഞ്ഞു. നിങ്ങൾ ഉയർത്തിവിടുന്ന വിമർശനങ്ങൾക്ക് മറുപടിയില്ല. 1. 2, നിങ്ങളുടെ നാവടപ്പിക്കണം. 3, നിങ്ങൾ ഇസ്ലാമിനേൽപ്പിക്കുന്ന പ്രഹരം ഈറ്റില്ലങ്ങളിൽ തുളച്ചു കയറുന്നു. അത് തന്നെയല്ലേ എന്റെയും ലക്ഷ്യം അല്ലേ? മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങണം. അതിനു വേണ്ടിയല്ലേ ഞാനും ഈ പെടാപ്പാടുപെടുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കു മാറ്റമുണ്ടാകണം. അവർ മതം വിട്ട് പുറത്തു വരണം. മതപുരോഹിതന്മാരെ ചോദ്യം ചെയ്യണം. മതഗ്രന്ഥങ്ങൾ വലിച്ചെറിയണം. അതിനകത്തുള്ള മാനവിക വിരുദ്ധതകളെ സംബന്ധിച്ച് മീഡിയകളിൽ സംവദിക്കണം. അപ്പോൾ ഏതാണ്ട് എന്റെ ദൗത്യം പൂർണ്ണമായിരിക്കുന്നു. റിസൾട്ടായില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് മതമുപേക്ഷിച്ച് ഞാൻ വന്നു. എൻ്റെ സഹോദരങ്ങളൊക്കെ മതവിശ്വാസികളായിട്ട് ജീവിക്കുന്നു. അവരുടെ വീട്ടിൽ പോയിട്ട് ആ നാട്ടുകാരോട് ഇവരെ ഒറ്റപ്പെടുത്തണം എന്ന രൂപത്തിൽ, ഇവരെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുകയാണ് എന്ന രൂപത്തിൽ നുണയും കളവും രണ്ടും ഒന്നാണല്ലേ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ സ്ത്രീ ശ്രമിക്കുന്നു. ഇവള് പോയ വീട്ടിലെ ആളുടെ ജോലി എവിടെയാണെന്ന് അറിയാമോ? സലഫി സെന്ററിൽ. അറിയാമോ? ആ സലഫി സെന്ററിനോട് അടുത്ത ബിൽഡിങ്, അതിലായിരുന്നു എൻ്റെ ഡിബേറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ എന്തുകൊണ്ട് യുക്തിവാദിയായി? ആ പ്രോഗ്രാമിന് ഈ സിസ്റ്ററുടെ ഭർത്താവ് മുൻ സദസ്സിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ആ സലഫി സെന്ററിലെ ഏതാണ്ട് നല്ലൊരു ഭൂരിപക്ഷം വരുന്നത് ഞാൻ പഠിപ്പിച്ചതും
എൻ്റെ കൂടെ പഠിച്ചതുമായിട്ടുള്ള അനേകം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ സംവാദത്തിന്. എന്താ പ്രശ്നം? അവരെയൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കണോ? അയ്യോ, കുറച്ച് പ്രയാസമായിരിക്കും. എന്നാലും സാരമില്ല, അവൻ ഇങ്ങനെ വേഷം കെട്ടി ഇറങ്ങിയതല്ലേ, പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലല്ലോ, കുടുംബം കലക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം. എൻ്റെ കുടുംബം നീ വിചാരിച്ചാൽ കലങ്ങത്തില്ല, അത് വേറെ. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് നല്ല കിട്ടൽ കിട്ടി. തെറ്റുകൾ പറ്റി അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, 100 വട്ടം ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം എന്നെ ആക്രമിച്ചിട്ടാണ്. പേര് കണ്ടൊന്നും യോമാരെ മുസ്ലിം ആണെന്ന് വിചാരിക്കില്ലേ? ഷെബീന ഇത്രയും നാളെ വരെ എക്സ് മുസ്ലിം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറയാൻ പോകുന്നില്ല. മൗത്താങ്ങുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ആയിട്ട് തന്നെ മൗത്താവും. എന്നൊക്കെ വന്നേക്കുന്ന പുതിയ കുത്തിത്തിരിപ്പ് കൊണ്ടുവന്നു അവളെ രക്ഷിക്കാൻ നോക്കുകയാണ്. നോക്ക് ആരെന്റെ ഒപ്പം നിന്നില്ല എനിക്കൊന്നുമില്ല. ഈ മൈര് ഞാൻ പബ്ലിക് ബാധിച്ച് കയറിട്ട് ഇവിടെ മാത്രമല്ല, ഇത് കൂടെ കൂട്ടി കൊടുത്തോ. ഇവിടെ മാത്രമല്ല, 1 by 1 ജസ്റ്റ് നമ്പർ 1 ആണിത്. ഈ ബാക്കിയും കൂടെ വരുന്നുണ്ട് വഴിയെ. അല്ലടി, നീ ഒരാളങ്ങോട്ട് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാല് അയ്യോ ഞങ്ങളൊക്കെ പേടിച്ചു പതറി യൂട്യൂബ് ചാനലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് മൺവെട്ടിയും എടുത്തിട്ട് കിളയ്ക്കാൻ ഇറങ്ങുമല്ലോടി. എന്നാൽ പലർക്കും നമ്പർ 1 ഉള്ളൂ. അത് നിനക്കറിയില്ലല്ലോ. വഴിയെ അറിയും, നിന്നെ ഞാൻ അറിയിക്കും. ഓക്കെ, ഇപ്പൊ ഒരു പെണ്ണ് വേണ്ടി വന്ന് ഇറങ്ങി മുമ്പോട്ട് നിൽക്കാനായിട്ട് ഇത് തലപ്പാക്കട്ടിയന്മാരും വീരശ്വര പരാക്രമങ്ങളും എല്ലാം കൂട്ടൊക്കെ തിരിക്കണതേ ഉള്ളൂ. നിനക്ക് അവളെ നക്കാൻ വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ നീ അത് മാറ്റി നക്കിയിട്ട് മൂലയിരി കേട്ടോ. നീ ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ ഞാൻ കുറെ നേരം കൊണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ നീ എന്താണ് കൂടുതൽ കൊച്ചുതാണോ നീ? അല്ലേ ജബീന പറയും, നീയും പറയും, അത് ഞങ്ങൾ സപ്പോർട്ടും ചെയ്യും. എങ്ങനെയുണ്ട്? ഒരുപാട് പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉണ്ടായിട്ടും ഈ തറപ്പണിക്കിറങ്ങാൻ ഈ തറയല്ലേ കിട്ടിയുള്ളൂ, ഇവരല്ലേ മുന്നോട്ട് വന്നുള്ളൂ. എന്തിനെ? ജാമിദായെ അങ്ങോട്ടുണ്ടാക്കാൻ. കേട്ടോ, ജാമിദായെ ഒരിക്കലും ഉണ്ടാക്കിയതാ വാപ്പ, ഇനി നിനക്ക് പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇവരുടെയൊക്കെ ഒരു യോജിപ്പ് നോക്കിക്കോണേ. ജാമിദായ ഇവരെത്രമാത്രം ഭയപ്പെടുന്നു, ജാമിദായുടെ വാക്കുകൾ എത്രമാത്രം ഭയപ്പെടുന്നു, ജാമിദായുടെ വിമർശനങ്ങൾ ഇവരെ പൊള്ളിക്കുന്നു. ഇനിയും നിങ്ങളെ ചുട്ടുകൊല്ലും ഞാൻ വിമർശിച്ച്. ഇത് തന്നെയാണ് തീരുമാനം. എതിർക്കാൻ പറ്റുമെങ്കിൽ എതിർത്തോ, പ്രതിരോധിക്കാൻ ഞാൻ തയ്യാറാണ്. വച്ച കാലം മുന്നോട്ട് തന്നെ, ഒരടി പിന്നോട്ടില്ല. നീ തകർക്കും വലിച്ചു കീറുമെന്നല്ലേ പറഞ്ഞത്? ഞാനത് പറയാതെ ചെയ്ത് കാണിക്കും. നീ പറഞ്ഞിട്ട് ആളുകളുടെ ഒക്കെ പിന്തുണ പിടിച്ചു പറ്റി അവരെ സാമ്പത്തികമായിട്ട് പറ്റിച്ചു തിന്നും. ജാമിദയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പാക്കല ഇല്ല. നമ്മൾ പറഞ്ഞു വന്നത് ഒരു ലവ് ജിഹാദിനെ സംബന്ധിച്ചിട്ടാണല്ലേ. അപ്പോഴാണ് ഇതിലേക്ക് എത്തിയത്. ഒരു കാക്കാക്കുട്ടനായിരുന്നല്ലോ. അപ്പൊ കാക്കായെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പൊള്ളും. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇരവുകാട് സ്വദേശിയായ മുഹമ്മദ് ഹാഫിസ്, സൗത്ത് പോലീസ് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് ഈ നടപടി. തൃക്കണ്ണൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹാഫിസിന് ഇൻസ്റ്റഗ്രാമിൽ മാത്രം 3.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ചുരുക്കം ചില സിനിമകളിലും ഹാഫിസ് മുഖം കാണിച്ചിട്ടുണ്ടത്രേ. ഇൻസ്റ്റഗ്രാം വഴിയാണ് ആലപ്പുഴ സ്വദേശിയായ യുവതിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇവരെ 2 പേരും അടുപ്പത്തിലാകുന്നു. വിവാഹ വാഗ്ദാനം നൽകി തൃക്കണ്ണൻ പലതവണ പീഡിപ്പിച്ചു എന്നും പിന്നീട് വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നുമാണ് ഇൻസ്റ്റഗ്രാം താരമായ യുവതി നൽകിയ പരാതി. 2 പേരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇന്നും ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് എന്നൊക്കെയാണ് ഹാഫിസ് നൽകിയിരിക്കുന്ന മൊഴി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെങ്കിലും ഞമ്മക്ക് പെണ്ണാണെങ്കിൽ ഒരൊറ്റ വികാരമേ ഉള്ളൂ, ലത് ലിതാണ്. നന്ദി.